ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ഒരു ചോറുണ്ണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വെച്ചാൽ വളരെയധികം സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 4-5 വറ്റൽമുളക്, ഒരു സബോള, ഒരു തക്കാളി. ഇത്ര മാത്രം നമുക്ക് സാധനങ്ങൾ മതി കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്, സൂപ്പർ കിടിലൈറ്റാണ് കേട്ടോ. ചോറുണ്ണാനൊക്കെ ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണുള്ളൂ. അധികം നിങ്ങൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരുവിധം മീഡിയം നല്ലൊരു എരിവുള്ള മുളക് തന്നെയായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അധികം അങ്ങോട്ട് കരിയിച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒരു മൂത്തിട്ടുകൾ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാക്കിയിട്ട് വരാം. ഇതാ മുളക് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും സബോളയും അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമുക്കെല്ലാം ഒപ്പം ഇടാം, പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി നമുക്ക് ഒരുമിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ചെറിയ പീസാക്കി ഇടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പരമാവധി കുറച്ചെടുക്കണം, അതായിരിക്കും കേട്ടോ നല്ലത്. ആ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കായിരിക്കും. അധികം അങ്ങോട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഈ ചമ്മന്തിയിൽ അങ്ങനെ കുതിർത്തണ്ട കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉള്ളിയും സബോളയൊക്കെ ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും. മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് നമ്മളിതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും കല്ലുപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കരിയണ്ട. വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞില്ലേ, കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മസാലകളും ഒക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ചെറുതീലിട്ടിട്ട് നമുക്കിത് നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ കറിവേപ്പില കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്രയും വെളിച്ചെണ്ണ ഒഴിക്കരുത് എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിൽ അങ്ങനെ കുതിർത്തിട്ടുള്ളൊരു ചമ്മന്തി അല്ല കേട്ടോ അത് കാരണം കുറച്ച് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒഴിക്കാണ്ടാവുമ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നന്നായി മൂത്ത് കിട്ടും. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് ഈ ചമ്മന്തി അങ്ങോട്ട് കുഴഞ്ഞു പോകും കേട്ടോ. അതാണ് നിങ്ങൾ പാകത്തിന് ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നാലും തക്കാളിയുടെ പുളീനെ കുറവായിട്ടുള്ള കാരണം തന്നെ ഞാൻ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം പുളിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ വെള്ളമൊന്നും അങ്ങനെ അധികം ഒഴിച്ച് കുതിർത്തേണ്ട ഒരു ചമ്മന്തി അല്ല കേട്ടോ. നമ്മൾ ഈ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തക്കാളിയുടെ ഉള്ളിലൊരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് നമുക്ക് ഈ ചമ്മന്തി ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാവുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം മൂത്തതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നുള്ളു മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കളറിന് വേണ്ടി മാത്രം കുറച്ച് ഇനി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി മുളക് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ചമ്മന്തിക്ക് കളർ ഉണ്ടാവാൻ വേണ്ടി മാത്രം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മാത്രം. അപ്പോൾ അധികം എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളകും കൂടിയും ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതെല്ലാം ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക തന്നെയാണ് വേണ്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ടെല്ലാം തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ ഒപ്പമോ ദോശയ്ക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. കറികളൊന്നും വേറെ വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി തണുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം കേട്ടോ. കണ്ടപ്പോൾ ഇങ്ങനെ അടിയിലൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല, നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. വേണ്ട വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് 2-3 ദിവസം കേടാവാതിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി നാശമാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല അടിപൊളി ചമ്മന്തി ആയിട്ട് കിട്ടും കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ്, വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് തന്നെ ദേ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. സൂപ്പർ ചമ്മന്തി തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ? നല്ലോണം നമുക്ക് നോക്കിയ ചോറിൻ്റെ ഒപ്പം ദോശയുടെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.